ഹലോ. അപ്പോൾ കുറെ അധികം ദിവസം കൊണ്ടുള്ള ഒരു ആഗ്രഹം നടക്കുകയാണ്. അങ്ങനെ ഞാനും എൻ്റെ അനിയത്തിയും കൂടെ അങ്ങനെ രാവിലെ തന്നെ റെഡിയായി ഇറങ്ങി. അങ്ങനെ ബസ്സൊക്കെ കിട്ടി. അപ്പോൾ നമ്മൾ രണ്ടും കൂടെ കറങ്ങാൻ പോവാണ്. ഇതുവരെ ഞാനും അവൾ മാത്രമായിട്ട് ഒരിടത്തും പോയിട്ടില്ല. ആദ്യമായിട്ടാണ് നമ്മൾ ഇത്രയും ദൂരം പോണത്. കുറേ ദിവസം കൊണ്ട് എൻ്റെ അടുത്ത് അവൾ പറയുമായിരുന്നു, ഞാൻ പറയും കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോകില്ല. അങ്ങനെ അവസാനം ഇപ്പോഴാണ് പോകാൻ പറ്റിയത്. ആദ്യമായിട്ടാണ് നമ്മളിങ്ങനെ പോകണം. അങ്ങനെ ഭയങ്കര ഹാപ്പിയാണ്. നമ്മൾ ലുലുവിലോട്ടാണ് പോയത് കേട്ടോ. അങ്ങനെ നമ്മൾ എത്തിയപ്പം കുറച്ച് നേരത്തെ ആയിപ്പോയി. അതുകൊണ്ട് തന്നെ ലുലു തുറന്നിട്ടില്ലായിരുന്നു. പിന്നെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുത്തിട്ട് കഴിക്കാൻ പോയി. കഴിച്ചിട്ട് വന്നപ്പോഴത്തേക്കും അവിടെ ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ ആൾക്കാരൊന്നും അത്ര വന്നില്ല. ഇതെന്നാ ഓപ്പൺ ആയിട്ടല്ലേ ഉള്ളൂ. അങ്ങനെ നമ്മൾ കുറേ നേരം അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്നു. അപ്പോഴാണ് അവിടെ മാവേലി ഇരിക്കുന്നത് കണ്ടത്. പക്ഷെ എനിക്ക് ഇതിനേക്കാളും മറ്റേ ക്രിസ്മസിന് ഒരു വലിയ ക്രിസ്മസ് ട്രീ വയ്ക്കില്ല, അതാണ് ഇഷ്ടം. അതിനുശേഷം നമ്മൾ സിനിമ കാണാൻ വേണ്ടിയിട്ടാണ് പോയത്. അങ്ങനെ PVR ആദ്യമായിട്ടാണ് അങ്ങനെ PVR പോയി ഹാപ്പി ആയിട്ട് സിനിമയൊക്കെ കണ്ടു കേട്ടോ. അതിനുശേഷം റോൾ ഐസ്ക്രീം കഴിക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. അപ്പോൾ നമ്മൾ ഇതിന് മുമ്പ് നമ്മൾ 4 പേരും കൂടെ ഒരിക്കൽ ലുലു മാളിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു വലിയൊരു ലിസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടാണ് പോയത്, എന്തൊക്കെ കഴിക്കണം. നമ്മൾ സാധാരണ ഈ വീഡിയോയിലൊക്കെ കണ്ടിട്ടുള്ളൂ, അല്ലാതെ ആദ്യമായിട്ട് പോയപ്പോഴാണ് കേട്ടോ. അങ്ങനെ കുറെ പിസ്സ, റോൾ ഐസ്ക്രീം, അങ്ങനെ കുറെ അധികം സാധനങ്ങൾ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബാക്കിയെല്ലാം കിട്ടി. ഇത് മാത്രം നമുക്ക് കിട്ടിയില്ല. നമ്മൾ അവിടെ ഫുള്ള് കറങ്ങി അടിച്ച് നടന്ന് ഈ സാധനം കണ്ടുപിടിക്കാൻ വേണ്ടി, പക്ഷെ എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. പിന്നെ വേറൊരു കടയിൽ കയറിയിട്ട് വേറെ എന്തോ ഒരു ഐസ്ക്രീം വാങ്ങിച്ച് കഴിച്ചു. പക്ഷെ അത് റോൾ ഐസ്ക്രീം അല്ലായിരുന്നു. പക്ഷെ അങ്ങനെ സങ്കടത്തില് ഇനി തിരിച്ചു പോവാം എന്നും പറഞ്ഞ് ഇറങ്ങി വന്നപ്പോഴാണ് ഇത് താഴെയായിരുന്ന സംഭവം. പിന്നെ അവിടെ നിന്ന് വാങ്ങി കഴിച്ചു. അത് വണ്ടിയിലിരുന്ന്, നമ്മൾ ഓട്ടോയിലാണ് പോയത്. അങ്ങനെ ഓട്ടോയിലിരുന്ന് നമ്മൾ 4 പേരും കൂടെ കഴിച്ചുകൊണ്ട് വന്നു. എനിക്ക് ഇത് കണ്ടപ്പോൾ എനിക്ക് അതാണ് ഓർമ്മ വന്നത്. പിന്നെ അതൊക്കെ വാങ്ങിച്ച് കഴിച്ചു. അതിനുശേഷം നമ്മള് മാർക്കറ്റിലോട്ട് കയറി, ഹൈപ്പർ മാർക്കറ്റിൽ കയറി. നല്ല സാധനങ്ങൾക്കൊക്കെ വില കുറവുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറേ നേരം അവിടെ നിന്നു. എന്താ പറയാ, ഈ ചോക്ലേറ്റിനൊക്കെ 169 പക്ഷെ 99 ഓഫറിനാണെന്ന് തോന്നുന്നു. 99 ഇത്രയും വലിയ ഡാർക്ക് ഫാൻസി 130 സംതിങ് രൂപയായിരുന്നു. പിന്നെ നെയ്യൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഞാൻ നോക്കിയപ്പോൾ ഈ നെയ്യില് ഇത്രയും കാണാനില്ല. അതെന്താ അങ്ങനെ? പിന്നെ ഫിഷിന്റെയും മീറ്റിന്റെയും ഒക്കെ ആ ഒരു സെക്ഷനിലോട്ടാണ് പോയത്. അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ നടന്ന് കുറെ നേരം നോക്കി നിന്നപ്പോഴാണ് ഈ ചിക്കൻ്റെ ഇതൊക്കെ കണ്ടത്. ഇതിന് 90 രൂപയുള്ളൂ. അത് സാധാരണ അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നില്ല, പക്ഷെ നല്ല വിലക്കുറവായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ കേക്കിന്റെ കുറേ തരം കേക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മളൊന്നും വാങ്ങിയില്ല, ചുമ്മാ എല്ലാം നോക്കിക്കൊണ്ട് അങ്ങ് നടന്നു. അതിന് ശേഷമാണ് ഈ ഓരോന്ന് കോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന, ഓരോ കിലോയ്ക്ക് എന്തോ 235 അങ്ങനെ എന്തോ ആണ്. ഓരോന്നിന്റെ പ്രൈസ് ഫ്രണ്ടിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കണ്ടപ്പോൾ തന്നെ വേണ്ട. പിന്നെ എല്ലാം വീഡിയോ എടുത്തിട്ട് വന്നു കേട്ടോ. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടി. സ്വീറ്റ്സ് ഒക്കെ നല്ല, ഇത് കണ്ടിട്ടേ ഇല്ലാത്ത സാധനങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇനി എന്തെങ്കിലും ഇതേപോലെ പൈസ സ്വരുക്കൂട്ടി പോയി എല്ലാം വാങ്ങിച്ച് ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ ഇത് കേക്കിന്റെ ഒക്കെ സാധനങ്ങളുടെ സെക്ഷനാണ് കേട്ടോ. പിന്നെ ഡോണറ്റ് എൻ്റെ അനിയത്തിൻ്റെ ഫേവറേറ്റ് ആണ്, പക്ഷെ ഒന്നും വാങ്ങിയില്ല. പിന്നെ നമ്മൾ ഒരു ബിരിയാണി, പിന്നെ ഒരു ജ്യൂസ് ഐറ്റം അങ്ങനത്തെ എന്തോ വാങ്ങി. പിന്നെ ബ്രോസ്റ്റഡ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചിട്ട് താഴെ വന്നപ്പോഴാണ് ഐസ്ക്രീമിന്റെ ഒരു ഇത് കണ്ടത്. അങ്ങനെ 2 ഫ്ലേവർ ഒരുമിച്ച് തന്നെയാണ് നമ്മൾ വാങ്ങിച്ചത്. നമ്മളെപ്പോഴും ഒരെണ്ണം വാങ്ങി 2 പേരായിട്ടാണ് കഴിക്കുന്നത്. അങ്ങനെ ഒരെണ്ണം വാങ്ങി കുറെ വീഡിയോ എടുക്കാൻ നോക്കിയാൽ പറ്റിയില്ല. പിന്നെ എങ്ങനെയൊക്കെയോ എടുത്തു. അതിനുശേഷം നമ്മൾ പിന്നെ വീട്ടിലോട്ട് തിരിച്ചു വന്നു. അപ്പോൾ അത്രയല്ല. ബൈ.